ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയിലുള്ള ഒരു നാടൻ കറിയാണ്. ചക്കക്കുരും മുരിങ്ങാക്കോലും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതേ ചക്ക ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു, നാട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത ചക്കയുടെ ഉള്ളിലെ കുരുവൊക്കെ ഞാൻ എടുത്തു, അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ടായിട്ട് കീറി ഞാനിവിടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ വേവിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കുക്കറും ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചട്ടിക്കകത്ത് ഇട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചക്കക്കുരു പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകുകയില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് പാകത്തിന് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചക്കക്കുരു ഒക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുരിങ്ങാക്കായും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നാക്കി കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കായും കൂടെ വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മളിത് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് ഒരു 5 പിടി തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കായ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു തക്കാളിയും ഒരു 3 പച്ചമുളകും നടുവേ കീറിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കാരണം ഈ തക്കാളി ഇത്തിരി പഴുത്തതാണെന്ന് തോന്നുവാണെങ്കിലും ഇങ്ങനെ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന തക്കാളിയായിരുന്നു. പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലേ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറ് ഉണ്ടാവുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചാറ് എന്തോരം വേണം അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് നല്ലതുപോലെ തിളച്ച് വരണം. അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ആവശ്യത്തിന് തന്നെ നല്ലതുപോലെ തിളച്ചാൽ മാത്രമേ അതിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും തേങ്ങയുടെ പച്ചച്ചുവ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് താളിച്ചിടാം. താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് വരും. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കണമല്ലേ നല്ലതല്ലേ. അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 6 ഉള്ളിയാണ് കേട്ടോ. ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ സാധാരണ താളിക്കാനായിട്ട് ചേർക്കുന്ന പോലെ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ വേപ്പിലൊക്കെ ഇവിടെ കരിഞ്ഞിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പില കരിയാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. വേപ്പില ഞാൻ തന്നെയാണ് കരിയിച്ച് കളഞ്ഞത്. അപ്പോൾ ആദ്യം വേപ്പില എടുത്തൊരു കറിക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിന് പകരം ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ വേപ്പില കാണാനില്ലാതെ നോക്കി നടന്ന് ഫ്രീസർ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തിരിക്കണം. ആ സമയത്ത് നല്ല കിലുകിലാന്നിരിപ്പുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വാടി കരഞ്ഞോണായിപ്പോയേ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചക്കക്കുരും ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്. എല്ലാവർക്കും ഇതുപോലെ
ഉള്ള റെസിപ്പികളൊക്കെ വെച്ച് നോക്കാം. നമ്മുടെ നാടൻ കറിയാണ്, മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.